عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിഇദ്നില്ലാഹ്. നാം പഠിക്കുമ്പോൾ, മക്കളെ പഠിപ്പിക്കുമ്പോൾ അല്പം സാഹസികതയ്ക്കു തയ്യാറാകേണ്ടതില്ലേ? വിസ്മയം നിറഞ്ഞ ചില ചരിത്രാനുഭവങ്ങളിലേക്ക്, കാൽപ്പാടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഹിശാം ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നൊന്ന് കേൾക്കൂ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് ഹദീസ് കേൾക്കാൻ വേണ്ടി ഞാൻ മദീനയിലെത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അത് വേണ്ട, താങ്കൾ ഒന്ന് വായിച്ചു തന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നിന്നാണ് വായിച്ചു തരേണ്ടത്. അങ്ങനെ പരസ്പരം അവർ തമ്മിൽ തർക്കമാവുകയാണ്. തർക്കം നീണ്ടുപോയപ്പോൾ മാലിക് തങ്ങൾ തൻ്റെ സേവകനെ വിളിച്ച് എന്നെ ചാട്ടവാറ് കൊണ്ട് 15 തവണ അടിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അടി കഴിഞ്ഞ ശേഷം സേവകൻ എന്നെ ഇമാം അവറുകളുടെ മുന്നിൽ ഹാജരാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിൻ്റെ പേര് നിങ്ങൾ എന്നോട് അതിക്രമം കാണിച്ചിരിക്കുകയാണല്ലോ, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരില്ലട്ടോ. അപ്പോൾ ഇമാം അവറുകൾ ചോദിച്ചു, എങ്കിൽ അതിനു എന്താണ് പ്രായശ്ചിത്തം പരിഹാരമായി ചെയ്യേണ്ടത്? മറുപടി, എനിക്ക് 15 ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ അദ്ദേഹം അത്രയും ഹദീസുകൾ എനിക്ക് പഠിപ്പിക്കുകയുണ്ടായി. പിരിയാൻ നേരത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇനിയും എന്നെ അടിക്കണം, എന്നിട്ട് ഹദീസ് പറഞ്ഞു തരണം. അപ്പോൾ മഹാനവറുകൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇനിയും അടിക്കുക, ഹദീസ് പറഞ്ഞു തരിക. അപ്പോൾ ഇമാമ് പറഞ്ഞു ചിരിച്ചുകൊണ്ട്, താങ്കൾക്ക് തിരിച്ചു പോകാം. നോക്കൂ, ഒരു പഠനത്തിൻ്റെ അത്യാഗ്രഹത്തിൽ സാഹസികതയും ഒരു പീഡനവും സഹിക്കേണ്ടി വന്നതാണല്ലോ ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ആമിർ ഇബ്നു ശർഹിബീൽ റളിയല്ലാഹു അൻഹു പറയാണ്, താൻ കേട്ട 3 ഹദീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കൂഫയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. എത്ര ബഹുദൂരമാണ് ഈ യാത്ര എന്ന് നാം ശ്രദ്ധിക്കുക. ഇബ്നു അബീ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണത്? ആദ്യമായി ഹദീസ് തേടിയിറങ്ങുമ്പോൾ എനിക്ക് 7 വയസ്സായിരുന്നു. കാൽനടയായുള്ള തൻ്റെ സഞ്ചാരത്തിനിടയിൽ 1000 ഫർസഖ് വരെ ഞാൻ കണക്ക് വെച്ച് ഓർമ്മ വച്ചിരുന്നു. 1000 ഫർസഖ് താണ്ടിക്കഴിഞ്ഞപ്പോൾ കണക്കൊക്കെ പിടിക്കുന്നു, നിശ്ചയിക്കുന്നു നിർത്തി. കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് എത്ര തവണ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി എനിക്ക് പറയാൻ സാധ്യമല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്കും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിൽ നിന്ന് മിസ്രിലേക്കും അവിടെ നിന്ന് റംലത്തിലേക്കും നടന്നുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു പഠനത്തിനാണ് എന്നത് ശ്രോതാക്കളായ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ കരീം വവാസി റളിയല്ലാഹു അൻഹു വിജ്ഞാന സമ്പാദനത്തിനായി താൻ ചെയ്ത യാത്രയിൽ 3600 മശായിഖുമാരിൽ നിന്ന് അറിവ് കരസ്ഥമാക്കിയിട്ടുണ്ടത്രേ. ഒരു യാത്രയിൽ വെച്ച് ശക്തമായ മഞ്ഞ് തണുപ്പ് അനുഭവപ്പെട്ട കാരണം ചില വിരലുകൾക്ക് നാശം സംഭവിച്ചു എന്നുവരെയും ഒരു പഠനത്തിൻ്റെ സാഹസികതയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുകയാണ്. അബൂ സഅദ് സമഅനി റളിയല്ലാഹു അൻഹു അവരുടെ പിതാവ് 4-ാം വയസ്സിൽ അക്കാലഘട്ടത്തിലെ പ്രസിദ്ധ പണ്ഡിതനായ അബ്ദുൽ ഗഫാറു ഷൈറവി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ അയച്ചത്രേ. പിന്നീട് ധാരാളം നാടുകളിലൂടെ ഇൽമു തേടി സഞ്ചരിച്ചു. 7000 ഗുരുക്കന്മാർ മശായിഖുമാരിൽ നിന്ന് അദ്ദേഹം അറിവ് കരസ്ഥമാക്കിയിട്ടുണ്ട്.
നോക്കൂ, പഠന അറിവ് അന്വേഷണ യാത്രയിൽ എത്രയെത്ര മശായിഖന്മാരെയും ഗുരുക്കന്മാരെയുമാണ് ഇവരെല്ലാം കണ്ടുമുട്ടുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങൾ അനുഭവിക്കുന്നതും നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ലല്ലോ. അബൂ അലിയുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നത് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ അസ്കലാനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം എൻ്റെ സമ്പാദ്യമെല്ലാം കഴിഞ്ഞു, തീർന്നുപോയി. ദിവസങ്ങളോളം ഭക്ഷണം ലഭിക്കാതിരുന്നിട്ടുണ്ട്. എന്നിട്ട് വിശപ്പിൻ്റെ കാഠിന്യം കാരണം എനിക്ക് എഴുതാൻ സാധിക്കാതെ വന്നൊരവസ്ഥയും. ഈ ഘട്ടത്തിൽ ഞാൻ അവിടെ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു കട, ആ കടയുടെ അടുത്ത് ചെന്നിരുന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന വാസന കൊണ്ട് ഊർജം സംഭരിക്കുകയും ചെയ്ത് പിൻകാലത്ത് അല്ലാഹു എനിക്ക് കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ നൽകി. വിശപ്പ്, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇതല്ലേ പൂർവികന്മാർ മതപഠനത്തിൻ്റെ മേഖലയിൽ പ്രവേശിച്ചപ്പോൾ കണ്ടതും സമീപിച്ചു. അതൊന്നും അവരെ ലക്ഷ്യ നിർവഹണത്തിൽ തളർത്തിയില്ല. പിന്നെയും മുന്നോട്ട് പഠിക്കാൻ, അതേ മുന്നോട്ട്. ഇതായിരുന്നു അവരുടെ പ്രതിജ്ഞാബ്ധമായ നിലപാട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇൽമിൻ്റെ സാഹസവും അത് അറിയാനുള്ള അന്വേഷണ തൃഷ്ണയും പൂർവികന്മാർ എത്രമാത്രം ജീവിതത്തിൽ പുലർത്തിയിരുന്നു എന്ന ഏതാനും 1-2 കാര്യങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്, നാം അറിഞ്ഞത്. രാജ്യാന്തര തലത്തിൽ ഇന്നും വിജ്ഞാനം തേടിപ്പോകുന്നവരുണ്ട്. എങ്കിൽ തന്നെയും വൈജ്ഞാനിക അന്വേഷണ മേഖലയിൽ സൗകര്യങ്ങളോ സംവിധാനവും ഇല്ലാത്ത കാലഘട്ടത്തിൽ പൂർവികന്മാർ അനുഷ്ഠിച്ച ത്യാഗത്തിൻ്റെ കഥനക്കഥകൾ നമുക്ക് പ്രചോദനമായി തീരുകയാണ് വേണ്ടത്. റബ്ബി സിദ്നി ഇൽമ, അങ്ങ് പറയൂ, എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണേ. വിശുദ്ധ ഖുർആനിൻ്റെ നമുക്ക് നൽകിയ പ്രാർത്ഥനയുടെ ഈ പാഠം ആധാരമാക്കി വൈജ്ഞാനിക വേദിയിലൂടെ നമുക്കും നമ്മുടെ തലമുറയ്ക്കും സഞ്ചരിക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.